കൊച്ചിയിലേക്ക് തന്നെ പോകാം. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഉപതെരഞ്ഞെടുപ്പ് മധ്യകേരളത്തിൽ 9 ഇടങ്ങളിലാണ് നടക്കുന്നത്. പിന്നെ സിനിമാ പ്രതിസന്ധിയിലുള്ള ചർച്ച തുടങ്ങുകയാണ്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് യോഗം കൊച്ചിയിലുണ്ട്. ഒപ്പം തന്നെ ഫിലിം ചേംബർ യോഗവും ചേരുന്നുണ്ട്. മറ്റൊന്ന്, കൈക്കൂലി കേസിൽ അറസ്റ്റിലായ എറണാകുളം മുൻ RTO ജേഴ്സനുമായിട്ടുള്ള തെളിവെടുപ്പ് നടത്തുന്നുണ്ട്. പ്രേക്ഷകർ ഏറ്റവും കാത്തിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് വിദ്വേഷ പരാമർശ കേസുമായി ബന്ധപ്പെട്ട് PC ജോർജ് ഇന്നിപ്പോൾ കീഴടങ്ങിയേക്കും. കീഴടങ്ങുന്നതിന് മുൻപേ പോലീസ് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ തുടങ്ങി എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് മിക്കവാറും വാർത്തയുടെ ഒരു കേന്ദ്രം കൊച്ചിയാവാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. ലിഡിയ ജേക്കബ് വിവരങ്ങൾ നൽകും. ലിഡിയ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ജിസി. ലിഡിയ, ഇന്നിപ്പോൾ മധ്യകേരളം വാർത്താഭരിതമാണ്. സ്വാഭാവികമായിട്ടും PC ജോർജിന്റെ കീഴടങ്ങലോ അല്ലെങ്കിൽ അറസ്റ്റോ ഒക്കെയായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വലിയ വാർത്തകൾ ഇന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ മറ്റ് പ്രാധാന്യത്തോടെ എടുത്തു പറയാവുന്ന വാർത്തകൾ ഏതൊക്കെ? ജിൽസി, ഇന്ന് മധ്യകേരളത്തിൽ നിന്ന് വരാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് PC ജോർജിന്റെ കീഴടങ്ങലുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാകും. കഴിഞ്ഞ ദിവസം കേസ് രജിസ്റ്റർ ചെയ്തത് മുതൽ PC ജോർജ് ഒളിവിലാണ്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി PC ജോർജിന്റെ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയതിനെ തുടർന്നാണ് ഇത്തരത്തിൽ പോലീസിൽ കീഴടങ്ങുന്ന ഒരു നടപടിയിലേക്ക്, ആ ഒരു ഘട്ടത്തിലേക്ക് കടക്കേണ്ടി വന്നത്. കഴിഞ്ഞ ദിവസം പോലീസിൽ ഹാജരാകുമെന്ന് അറിയിച്ച് PC ജോർജിന്റെ അഭിഭാഷകൻ പോലീസിൽ കത്ത് നൽകിയിരുന്നു. അതിനെ തുടർന്ന് ഇന്ന് പ്രധാനമായും നോക്കിക്കാണുന്നത്, അതായത് PC ജോർജ് ഇന്ന് വീട്ടിലേക്ക് അവിടെ നിന്ന് ഒരു BJP അനുഭാവികളുടെ ഒരു പ്രകടനമായി പോലീസ് സ്റ്റേഷനിലേക്ക് എത്താനുള്ള ഒരു പ്ലാനുകളും കാര്യങ്ങളും ഒക്കെയാണ് തയ്യാറാക്കുന്നത്. എന്നാൽ അത്തരത്തിലൊരു പ്രകടനത്തിന് പോലീസ് അനുമതി നൽകിയേക്കില്ല. അതുകൊണ്ട് തന്നെ പോലീസ് അതിനു മുൻപ് തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കത്തിലേക്കൊക്കെ പോലീസ് കടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചെറിയ സംഘർഷ സാധ്യതയും കാര്യങ്ങളുമൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ പോലീസിനെയൊക്കെ വലിയ രീതിയിൽ വിന്യസിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇന്നത്തെ ഒരു വാർത്തയുടെ ഒരു കേന്ദ്രം തന്നെ കോട്ടയത്തേക്ക് ആകാനുള്ള ഒരു സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഈ സിനിമാ തർക്കവുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി അതിനെ സംബന്ധിച്ച ചർച്ചകളും തർക്കങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അമ്മയുമായും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തമ്മിലൊക്കെ വലിയ രീതിയിലുള്ള തർക്കങ്ങളും കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനത്തിൽ ഇന്ന് പ്രധാനമായിട്ടും രണ്ട് യോഗങ്ങളാണുള്ളത്. ഒന്ന്, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഫിലിം ചേംബറുമായിട്ടുള്ള യോഗമുണ്ട്. രാവിലെ 10 മണിക്ക് യോഗമുണ്ട്. അതിൽ ഈ മൊത്തത്തിലുള്ള കാര്യങ്ങൾ, ഈ സിനിമാ പ്രതിസന്ധി, ഈ മൊത്തത്തിലുള്ള കാര്യങ്ങളൊക്കെ, ഈ സിനിമാ സമരവും ഒപ്പം ഈ വിനോദ നികുതി അടക്കമുള്ള കാര്യങ്ങളും ഒക്കെ അതിൽ ഇന്ന് ചർച്ചയാകും. ഒപ്പം ഉച്ചയ്ക്ക് ശേഷം ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് യോഗമുണ്ട്. അതിൽ പ്രധാനമായും ചർച്ചയാവുക ഈ സിനിമാ സമരവുമായി ബന്ധപ്പെട്ട ഈ സൂചനാ സമരത്തിന്റെ തീയതികളും അതുപോലെ തന്നെ ഈ അമ്മയുമായി ഈ താരങ്ങളുടെ പ്രതിഫലം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്കുള്ള കാര്യങ്ങളുമൊക്കെയാണ്. അനൗദ്യോഗിക ചർച്ചകളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഔദ്യോഗികമായ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ അതിൻ്റെ സമയങ്ങളും ഒക്കെ തീരുമാനിക്കേണ്ടതുണ്ട്. അപ്പം സർക്കാരുമായും ചർച്ചയൊക്കെ നടത്തേണ്ടതുണ്ട്. വിനോദ നികുതിയുമായി ബന്ധപ്പെട്ട് സർക്കാരുമായും ചർച്ചയൊക്കെ നടത്തേണ്ടതുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള തീയതികളും കാര്യങ്ങളും ഒക്കെ തീരുമാനിക്കുകയും ആ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനാണ് ഇന്ന് രണ്ട് യോഗങ്ങൾ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ 2 യോഗങ്ങൾ നടക്കുന്നത്. മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഹൈക്കോടതി വാർത്ത തന്നെയാണ്. ഈ ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്കവുമായി ബന്ധപ്പെട്ട് ഇന്നൊരു കോടതിയലക്ഷ്യ ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. ഈ സുപ്രീം കോടതിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അനിൽ കെ നരേന്ദ്രനൊപ്പം S മുരളീകൃഷ്ണനും അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് ഇന്ന് ഹർജി പരിഗണിക്കുന്നത്. അതിൽ ഈ മതസ്ഥാപനങ്ങളുടെ അധികാരം ഏറ്റെടുക്കാൻ ഈ ഭരണകൂടങ്ങൾക്ക് അധികാരമുണ്ടോ എന്ന് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് പരിശോധനയ്ക്ക് വരും. അതും ഇന്ന് മധ്യകേരളത്തിൽ നിന്ന് വരാനിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ്. ഒപ്പം ഈ 28 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതിൽ മധ്യകേരളത്തിൽ 9 ഇടങ്ങളിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. എറണാകുളത്ത് 4 ഇടങ്ങളിൽ നടക്കുന്നുണ്ട്. ഒപ്പം ആലപ്പുഴയിലും ഇടുക്കിയിലും തൃശ്ശൂരും ഓരോ സ്ഥലത്തും, ഒപ്പം കോട്ടയത്ത് നിന്ന് 2 സ്ഥലത്തുമാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുക. ഇതൊക്കെയാണ് ഇന്ന് മധ്യകേരളത്തിൽ നിന്ന് വരാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ.